ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊന്നും കഴിക്കാനില്ലാന്ന് കണ്ടപ്പോഴാണ് മേശപ്പുറത്ത് 2 പഴം ഇരിക്കുന്നത് കണ്ടത്. അപ്പോൾ അതെടുത്തിട്ട് പെട്ടെന്നൊരു ഐഡിയ തോന്നി. അപ്പോൾ ഞാൻ പഴം എടുത്തിട്ടുണ്ട്. ഒരു പലഹാരം ഉണ്ടാക്കാനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ പഴം എല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലോട്ട് കുനുകുനാന്ന് അരിഞ്ഞിടണം. അപ്പോൾ ഞാൻ കുനുകുനാന്ന് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലോട്ട് ചേർക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നല്ല പഴുത്ത പഴമാണെങ്കിലും എത്രയാണെങ്കിലും നമ്മൾ ഗോതമ്പ് പൊടിയൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് മധുരം കുറവായിരിക്കും. അപ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, ഞാൻ അളവൊന്നും പറയുന്നില്ല, പഞ്ചസാര ഇട്ടിട്ടുണ്ട് കേട്ടോ. പഞ്ചസാര മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് ഞാനിട്ട് സാധനം സ്കിപ്പായി പോയിട്ട് കാണിക്കാൻ പറ്റിയില്ല. ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിൽ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം സത്യം പറഞ്ഞാൽ മറന്നുപോയി. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് കുറച്ച് ജീരകവും ഏലക്കയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ഈ അടുത്തായിട്ട് അതിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് തേങ്ങാക്കൊത്താണ്. അപ്പോൾ ഞാൻ കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചത്, അതും കുനുകുനാന്ന് അരിഞ്ഞ് വെച്ച തേങ്ങാക്കൊത്താണ് കേട്ടോ. ഇവിടെ ഇച്ചിരി വെട്ടക്കുറവുണ്ട് കേട്ടോ. നമ്മുടെ പാത്രത്തിൻ്റെ അവസ്ഥ കണ്ട് അരിഞ്ഞെട്ടണ്ട. നമ്മുടെ ഫ്രൈ പാൻ ആയിരുന്നു ഇത്. അതിൻ്റെ അകത്തത്തെ സംഭവം മൊത്തം പോയിട്ട് ഇരിക്കുകയാണ്. അല്ലാണ്ട് വറക്കാനുള്ള പാത്രം ഉണ്ട് ഗൈസ്, അത് ഇവിടെ ഇല്ല, ഇവിടെ കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ പാത്രം വെച്ചു. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച സാധനം ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനിപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ ചിരിച്ചെടുത്ത് കോരി ഒഴിച്ച് ഉണ്ടാക്കണം. അപ്പോൾ ആ പാത്രത്തിൽ ഉണ്ടാക്കിയിട്ട് ശരിയാകുന്നില്ലായിരുന്നു. ഞാൻ വേറൊരു പാത്രം വെച്ചു കേട്ടോ. ആ പാത്രത്തിൽ വെച്ചിട്ട് ശരിയായില്ല, വേറെ പാത്രത്തിൽ വെച്ചു. കൊച്ചേ എൻ്റെ കുഞ്ഞിന് കാണണോ? എൻ്റെ കുഞ്ഞിന് കാണണോ എന്നെ ഉണ്ടാക്കുന്നത്? ഇതെന്നടാ, അതെന്നടാ, അതെന്നതാ? അത് ഷൂട്ടർ മാളിയാണേ. അത് ഷൂട്ടർ മാളിയാണേ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് അരച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇത് ഈ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമുക്കൊരു ഇച്ചിരി വാട്ടറി ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി ഗോതമ്പ് പൊടി മിക്സ് ചെയ്ത് ഒന്നും കൂടി അതൊന്ന് കറക്റ്റ് ആക്കണം കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ നമുക്കത് സ്പ്രെഡായി പോവും. അപ്പോൾ ഇതുപോലെ ഒരു ബോൾ പോലെ കിട്ടണമെങ്കിൽ അത്യാവശ്യം ഒരു കുഴമ്പ് രൂപത്തിലിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ തരിതരിയായിട്ട് പോകും. പിന്നെ നല്ലൊരു പാത്രം കൂടെ വേണം കേട്ടോ. അപ്പം നമുക്കിവിടെ എല്ലാം കൊണ്ടും എല്ലാം സൗകര്യം കുറവായതുകൊണ്ട് ഉള്ള രീതിക്കൊക്കെയാണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി തോന്നി, പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി തോന്നിയതാണ്. ഇത് നമ്മൾ മറ്റേ പഴംപൊരി തിന്നുന്ന സെയിം ആണെന്ന് വേണേൽ പറയാം. പക്ഷേ ഇതിനകത്ത് ഏലക്കായും ജീരകമൊക്കെ ചേരുന്നുള്ളതുകൊണ്ട് അതിൻ്റേതായ നല്ലൊരു രുചിയുണ്ട് കേട്ടോ. പിന്നെ തേങ്ങാക്കൊത്തൊക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.